ദിവസം ഊട്ടി കൊണ്ടുപോയിട്ട് നിർത്തി ഫോട്ടോ എടുത്തു കാണിച്ചു കൊടുത്തു. വേണ്ട, നിങ്ങളെ പോലെ സൗന്ദര്യം ലോകത്ത് വേറെ ആർക്കും. അത് ആടയാപനിട്ടല്ല, ആണ്ടന് കൊടുത്ത തേജസ്. ഓർത്തോ, നമുക്ക് അങ്ങനെ ഒരു അന്തരീക്ഷം വരാം. ഈ സഭയെ ദൈവം അങ്ങനെ ഭയപ്പെടുത്തും പാസ് കേട്ടോ. അങ്ങനെ സ്വോത്രം പറ, സ്വോത്രം ഉറക്കത്തിൽ ശക്തമായ സ്വോത്രം. നമുക്ക് കർത്താവ് ഇന്ന് ചർച്ച നല്ല പ്യൂർ ചർച്ച ആയിരിക്കാം, നല്ല മാനവ സഭയായിരിക്കാം. കെട്ട ഒന്നിന്റെ ചർച്ചിനകത്ത് വേണ്ട. ആ നിശുദ്ധ പട്ടിക നടന്നാൽ പോതാ, അവൻ പരലോകത്ത് പോണോന്ന്, സ്വർഗത്തിൽ പോകണം, സ്വർഗത്തിൽ പോകണം, സ്വർഗത്തിൽ പോകണം. ഞാനിതെല്ലാം പറഞ്ഞാൽ ഒരാൾ വന്നെങ്കിൽ ഇതെല്ലാം നടക്കത്തുള്ളൂ. വായിക്കാം 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. വായിച്ചേ, 3-ന്റെ-7-ാമത്തെ വാക്യം. நமது இரட்சகராகிய இயேசு கிறிஸ்து மூலமா அந்த பரிசுத்த ஆவியை நம்மை சம்பூர்ணமாய் பொழிந்தருளினார். നമ്മെ ഞാൻ സമ്പൂർണ്ണമായിട്ട് എനിക്ക് പറയാൻ അറിയത്തില്ല. നമുക്ക് ആർക്കും സമ്പൂർണ്ണമായിട്ട് പേശാൻ தெரியுமா? സമ്പൂർണ്ണ പേശാൻ ചിഹ്നം 5% മാത്രമേ എനിക്ക് പേശാൻ